ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഫീമെയിൽ അനാട്ടമിയാണ് കേട്ടോ, സൈഡ് പോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മെയിൽ അനാട്ടമി സൈഡ് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ അളവുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നത് നല്ലതാണ്, നമുക്ക് കറക്റ്റായിട്ട് ക്ലാസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഡ്രോയിങ് ചെയ്യാൻ, അതായത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പലരും തന്നെ പറയുന്ന ഒരു പരാതിയാണ്, നന്നായിട്ട് നോക്കി വരയ്ക്കാൻ കഴിയും, പക്ഷേ ഒരു സബ്ജക്റ്റോ മറ്റോ തന്നാൽ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അത് പ്രാക്ടീസിൻ്റെ കുറവാണ്. മാത്രമല്ല ഡ്രോയിങ്ങിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാത്തത് കൊണ്ടുള്ള ഒരു നെഗറ്റീവാണ് അത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ട് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മൾ ഫീമെയിൽ അനാട്ടമി ചെയ്യാൻ വേണ്ടിയിട്ട് 7.5 ഇഞ്ചിൻ്റെ ഒരു ലൈനാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ. 7.5 ഇഞ്ചാണ്, 7.5 സെൻറ്റിമീറ്റർ അല്ലാതെ അങ്ങനെ തന്നെ പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പല കുട്ടികൾക്കും സെൻറ്റിമീറ്ററും ഇഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കെയിൽ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററും മറ്റേ ഭാഗത്ത് ഇഞ്ചുമാണ്. അതായത് ചെറിയ ചെറിയ അളവുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത് സെൻറ്റിമീറ്ററും അതിന് നേരെ ഓപ്പോസിറ്റ് കുറച്ച് വലിയ അളവിൽ കാണിച്ചിട്ടുള്ളത് ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. 7.5 ഇഞ്ചിൽ നമ്മൾ ഒരു ലൈന് വരച്ച് വന്നിട്ട് ഓരോ ഇഞ്ചിലും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടു. അപ്പോൾ ഒന്നാമത്തെ ഇഞ്ചിൽ നമ്മൾ ഫേസാണ് ചെയ്യുന്നത്. ഫേസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡി എന്നുള്ള ഒരു ഷേപ്പിൽ, കറക്റ്റ് ഡി പോലെയല്ല, ചെറിയൊരു കർവിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് സെപ്പറേറ്റ് തന്നെ കാണിച്ചിട്ടുണ്ട്, ഫ്രണ്ട് ഫിഗറും അതേപോലെ തന്നെ സൈഡ് പോസൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സൈഡ് പോസ്, ഹെഡ് അതായത് ഫേസ് ഭാഗം ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മൾ ഈ ഡി ആദ്യം ചെയ്തു, എന്നിട്ട് സെൻട്രലിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തു, പിന്നെ രണ്ടാമത് അതിനെ പകുതിയാക്കി, വീണ്ടും അതിനെ പകുതിയാക്കി. അപ്പോൾ നമുക്കിങ്ങനെ 3 ലൈനാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്ത് കേട്ടോ. എന്നിട്ട് ആ ഓരോ ലൈനിലും നമ്മൾ ഐസ്, നോസ്, ലിപ്സ് എന്നിവ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ അതെവിടെ പോയി തപ്പെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ചാനലിലെ ബേസിക് ആയിട്ടുള്ള, അതായത് ബേസിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കാണുക, എന്നിട്ട് മറ്റുള്ളത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഓർഡറിൽ മനസ്സിലാക്കാനും പറ്റുള്ളൂ. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അതിലാണുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ലൈനിൽ കണ്ണിൻ്റെ കുഴി വരച്ചു, രണ്ടാമത്തെ ലൈനിൽ നോസ്, മൂന്നാമത്തെ ലൈനിൽ ലിപ്സാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമ്മുടെ മറ്റേ ഫേസിൻ്റെ ക്ലാസ്സിൽ അത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കിട്ടും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അനാട്ടമിയാണ് കേട്ടോ, ഒരു ഫുൾ ബോഡിയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്താ പറയുക, മറ്റേ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിക്കോളണം എന്നില്ല. ഇത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് കണ്ണിൻ്റെ ആ കുഴി, പിന്നെ നോസ്, ലിപ്സ്, ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഫേസിൻ്റെ വീഡിയോ, അതായത് ഫ്രണ്ട് ഫിഗറും സൈഡ് ഫിഗറും ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഓരോ ലൈൻസിലും ഐസ്, നോസ്, ലിപ്സൊക്കെ ചെയ്തു. ഇനി ചെവി ചെയ്യാൻ എടുക്കുന്ന അളവ് എന്ന് വെച്ചാൽ കണ്ണിനും മൂക്കിനും വരച്ചിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, അവിടെയാണ് ചെവി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ചിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇഞ്ചിൽ ഷോൾഡറും ചെസ്റ്റും ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 7.5 ഇഞ്ചിൻ്റെ ലൈന് വരക്കുമ്പോൾ ഓരോ ഇഞ്ചിലും 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് കേട്ടോ. കാരണം നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇഞ്ചിൽ ഷോൾഡർ ആൻഡ് ചെസ്റ്റാണ് ഉള്ളത്. മൂന്നാമത്തെ ഇഞ്ചിൽ നമ്മൾ വരക്കേണ്ടത് വേസ്റ്റാണ് കേട്ടോ. പിന്നെ 4-മത്തെ ഇഞ്ചിൽ ഹിപ്പാണ് ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾ വരക്കുന്ന അനാട്ടമിക്കൊക്കെ എന്താ പറയുക, ആ ഒരു അളവും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവാതിരിക്കും കേട്ടോ. ചിലരൊക്കെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അവരെന്നെ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ അനാട്ടമിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫേസ് വലുതായിട്ട് കാണിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ബോഡി ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടാകും. ഈ ഒരു അനാട്ടമിയുടെ സൈസും കാര്യങ്ങളും അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്ത് ഇടേണ്ടത്. ഓരോ പോയിൻ്റിൽ ഇതുപോലെ നമ്പർ ഇടുക. പിന്നെ നിങ്ങൾ എപ്പോഴും വരക്കുമ്പോൾ HP പെൻസിൽ വെച്ചിട്ട് മാത്രം ചെയ്യുക. ഞാനിത് ക്യാമറയിൽ കാണാൻ വേണ്ടി 6B ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പെൻസിൽ കേട്ടോ. കൈപ്പത്തികൾ വരച്ചിട്ടുള്ളത് 4.5 ഇഞ്ച് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് കേട്ടോ. അഞ്ചര എന്നുള്ള പോയിന്റിലാണ്, അതായത് 5.5 ഇഞ്ചിൻ്റെ പോയിന്റിലാണ് നമ്മൾ കാലിൻ്റെ മുട്ടുകൾ വരച്ചിട്ടുള്ളത്. 6, അതായത് 6ാമത്തെ ഇഞ്ചിൽ നമ്മളൊന്നും മാർക്ക് വരച്ചിട്ടില്ല. പിന്നെ 7 ആണ് കാൽപാദത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഭാഗം, 7 ഇഞ്ചിൽ കേട്ടോ. പിന്നെയുള്ള അര ഭാഗമാണ് നമ്മൾ കാലിൻ്റെ പാദങ്ങൾ വരക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അനാട്ടമി മാത്രമേ ചെയ്തുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിൽ ഇത് മേക്ക് ഓവർ ചെയ്തെടുക്കാം കേട്ടോ. ഹെയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോയത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ. അതുകൂടി ഓൾ ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.